ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ട്രിപ്പിൾ എയ്റ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്ട് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഇന്ന് ഞാൻ നോക്കുന്നത് നിന്നെ തെറ്റിദ്ധരിച്ചു പോയതാണ് ഞാൻ ചെയ്തു പോയ തെറ്റ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. എന്താണെന്ന് നോക്കിയാലോ? എംബർ തെറിച്ചു വീണതാണ്. നന്നായി ഇപ്പം തെറിച്ചു വീണോണ്ടിരിക്കുന്നത്. സൺ കാർഡാണ് തെറിച്ചു വീണത്. ഇത് കൊടുക്കാല്ലേ? King of Wands, Four of Swords, Ten of Cups, Knight of Pentacles, Strength, Page of Cups, Temperance, King of Pentacles, Seven of Cups, Three of Pentacles, Empress bottom. എംബററും എംബറസും കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കാർഡ് എംബറാണ്, ബോട്ടം കിട്ടിയിരിക്കുന്നത് എംബറസ്. അപ്പം ഫസ്റ്റ് കാർഡ് എംബറാണ്. വ്യക്തി ഈഗോ, ഒരു രാജാവിൻ്റെ പവറുള്ള ഒരു വ്യക്തിയാണ്. ആര് കണ്ടാലും ഒരു ചെയർ ഇട്ട് കൊടുക്കും ആ വ്യക്തിക്ക്. അത്രയും ഒരു സദസ്സിനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് എംബറർ എന്ന് പറഞ്ഞാൽ. പക്ഷെ എന്താ, ഈഗോ ആണ്. ഈഗോ മുന്നിട്ട് നിൽക്കുന്ന ഒരാളെ ഒന്നിനു വേണ്ടിയും തല കുനിക്കൂല ആ വ്യക്തി. എന്ത് റിസ്ക് പിടിച്ച സിറ്റുവേഷനാലും അതിനെ ഏറ്റെടുത്ത് വിജയിപ്പിക്കാനുള്ള ഒരു കഴിവുള്ളൊരു വ്യക്തിയാണ്. ഒരു അധികാര പദവി, ഒരു രാജാവിനെ പോലത്തെ ഒരു പ്രൗഢിയും ഉള്ളൊരു വ്യക്തിയാണ്. ഒരാളെ മുന്നിൽ സോറി പറയില്ല. ആ വ്യക്തിയുടെ തെറ്റ് തന്നെയാണെന്നാണ് മനസ്സിലാക്കിയാൽ സോറി പറഞ്ഞൊന്നും വരില്ല. എന്താണ് ആ വ്യക്തി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തത് തന്നെയായിരിക്കും. ഒരാൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തത് തന്നെയാണ്. പിന്നെ അത് തല പോയാലും ആ വ്യക്തി അതിൽ നിന്ന് വ്യതിചലിക്കില്ല. അപ്പം ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി. തേർഡ് വാക്ക് കേട്ട് നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ഇതാണ് ആ വ്യക്തി ചെയ്തു പോയ തെറ്റ് എന്നാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത്. ആ വ്യക്തി പറയുന്നത്, നിങ്ങൾ ഒരുപാട് മാറിപ്പോയി. നിങ്ങളിപ്പോൾ ആ വ്യക്തിനെ ഒന്നും മൈൻഡ് ചെയ്യാതെയാണ് നിങ്ങളിപ്പോൾ പോകുന്നത്. അപ്പം ആ വ്യക്തി പറയുന്നത് ഒരുപാട് മാറിപ്പോയി എന്നാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം നേടാൻ വിചാരിച്ചാൽ അത് നേടിയിരിക്കും. അതിന് സ്ട്രോങ് ആയ ഒരു വൈരാഗ്യം പോലെയാണ് നിങ്ങളിപ്പം ആ വ്യക്തിയോട് പെരുമാറുന്നത്. അതാണ് ആ വ്യക്തി ഒരു അതോറിറ്റി പവറെല്ലാം ഒരു വ്യക്തിയാണ്. എല്ലാവരോടും നല്ല രീതിയിലൊരു പ്രാക്ടിക്കലായി എല്ലാ കാര്യത്തെയും കാണുന്നൊരു വ്യക്തിയാണ് കേട്ടോ. നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉടമയാണ് ആ വ്യക്തി. പക്ഷെ നിങ്ങളെടുക്കാൻ വന്നിട്ട് ഒരു സോറിയൊന്നും കിട്ടൂല. ഈഗോ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് സോറിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അതാണ് ആ വ്യക്തിയുടെ പ്രശ്നമായിട്ടുള്ളത് കേട്ടോ.
നെക്സ്റ്റ് കാർഡ് സൺ കാർഡാണ്. നിങ്ങൾ തമ്മിൽ ആത്മബന്ധമാണ്. ഇവിടെ എംപററും എംപറസുമാണ്, രാജാവും രാജ്ഞിയുമാണ് നിങ്ങൾ രണ്ടുപേരും. ഒരേപോലെ കട്ടക്ക് നിൽക്കുന്ന രണ്ടുപേരും കട്ടക്ക് നിൽക്കുന്ന പാർട്ടികളാണ് കേട്ടോ. അപ്പം ആത്മബന്ധമാണ്, സോളുകൾ തമ്മിൽ അത്രയും അറ്റാച്ച്ഡ് ആണ്. സൺ കാർഡ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല, ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു, പക്ഷെ നിങ്ങൾ ഒരിക്കലും നഷ്ടമായി പോവില്ല. ഒരു ന്യൂ ബിഗിനിങ്, ഉറപ്പായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്ന് ഉറപ്പിക്കാം സൺ കാർഡിൽ കേട്ടോ. ഒരു സക്സസ്, സന്തോഷം, ഒരു രാജ്യം, ഒരു പുതിയ സന്തോഷ വാർത്ത നിങ്ങളെ തേടി വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വളരെ സന്തോഷം വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അപ്പം ആ വ്യക്തി പറയുന്നത്, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയതാണ്, ഇതിൽ ഒരുപാട് വേദനയുണ്ട്, പക്ഷെ സോറി പറയാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. തെറ്റാണ് ഞാൻ ചെയ്തത് എന്നറിയാം, എന്നാലും സോറി പറയില്ല കേട്ടോ. അതാണ് നിങ്ങൾ തമ്മിലിപ്പം കോണ്ടാക്ട് ഇല്ലാതെ മാസങ്ങളോ വർഷങ്ങളോ ആയവരുണ്ടാവാം ഇവിടെ, അങ്ങനെ കാണുന്നേ. കുറച്ചു പേര് മാസങ്ങളായിട്ടുണ്ടാകും, കുറച്ചു പേര് വർഷങ്ങളോളം ആയവരും ഉണ്ട് കോണ്ടാക്ട് ഇല്ലാതെ. അപ്പം ആ വ്യക്തിയുടെ ചുറ്റുമുള്ളവരെന്താ ഈ വ്യക്തിയുടെ വഴി തന്നെ തിരിച്ചു വിട്ടിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു കോണ്ടാക്റ്റും ഇല്ലാതാക്കിയിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഇല്ലാതെ ആയത് മുതൽ ആ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും അത്ഭുതകരമായ ഒരു ലോസ്, നഷ്ടം അല്ലാണ് ആ വ്യക്തിക്ക് സംഭവിച്ചത്. അത്രയും നിങ്ങളെല്ലാ അർത്ഥത്തിലും കൊള്ളില്ല എന്നാണ് ആ വ്യക്തിനെ പറഞ്ഞു ധരിപ്പിച്ചതും. മറ്റുള്ളവരെല്ലാം, ചുറ്റുമുള്ളവരെല്ലാം നിങ്ങൾക്കെതിരെയാണ് നിന്നത് എന്നാണ് ആ വ്യക്തി പറയുന്നത്. അങ്ങനെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ. നിങ്ങൾ ഒന്നുകൊണ്ടും കൊള്ളില്ല, നിങ്ങൾ വളരെ മോശമായിട്ട് നിങ്ങളെ ചിത്രീകരിക്കുകയും നിങ്ങൾക്കെതിരെ എല്ലാവരും. പക്ഷെ എന്താ, നിങ്ങളിലെ ആ ഗുഡ് എനർജിയാണ്, ആ ഗുഡ് എനർജി ആയിരുന്നു എൻ്റെ എല്ലാ സക്സസിനും പുറകിലെന്ന് ആ വ്യക്തി ഇപ്പോഴത് മനസ്സിലാക്കി. ആ വ്യക്തി എൻ്റെ എല്ലാ വളർച്ചക്കും കാരണം ആ ഗുഡ് എനർജി ആയിരുന്നു എന്ന് ആ വ്യക്തിക്ക് ഇപ്പം മനസ്സിലായി. അവർ അത് തിരിച്ചറിയുന്നു. എല്ലാ തേർഡ് പാർട്ടികളും എന്താ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഈ വ്യക്തിനെ യൂസ് ചെയ്യുകയായിരുന്നു എന്നെല്ലാം ഇപ്പം ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. നിങ്ങൾ നൽകിയ അൺകണ്ടീഷണലി ലവ് വ്യക്തി, അതാണ് ഒരു കണ്ടീഷനും ഇല്ലാതെ ആയിരുന്നു നീ എന്നെ സ്നേഹിച്ചത് എന്ന് ആ വ്യക്തി ഇപ്പം മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് മാത്രം മതി ആ വ്യക്തിക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നാണ് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളെപ്പറ്റി. ആ പ്രസൻസ് ഉണ്ടെങ്കിൽ സണ്ണൊതിച്ച പോലെയാണ് ആ വ്യക്തിയുടെ വെളിച്ചം, ഒരു സണ്ണിന്റെ പ്രകാശം പോലെയായിരുന്നു. നിങ്ങളുടെ ആ ഗുഡ് എനർജി ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റുന്നൊരു അവസ്ഥയാണ് എന്നുള്ളത് ആ വ്യക്തിക്ക് ഇപ്പം മനസ്സിലായി. അപ്പം ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോയി, നിങ്ങളുടെ ഹൃദയം അത്രയും വേദനിച്ചെങ്കിൽ ആ വേദന പോയി തറിച്ചത് ആ വ്യക്തിയുടെ നെഞ്ചത്ത് തന്നെയാണ്. നിങ്ങളെ ആ വേദനിപ്പിച്ചിട്ട് നിങ്ങളെ അകറ്റി നിർത്തി നിങ്ങളുടെ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന വേദന പോയി തറച്ചത് എവിടെയാ? ആ വ്യക്തിയുടെ നെഞ്ചിൽ തന്നെയാണ്. നിങ്ങളെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിനെ കൊല്ലുന്നതിന് തുല്യം തന്നെയാണ് എന്നുള്ളത് ആ തിരിച്ചറിവ് ആ വ്യക്തിക്ക് വന്നു. അത്രയും ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയതിൽ മുറുങ്ങുന്ന വേദന അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ എനർജി ഇല്ലാതെ, നിങ്ങളുടെ സാമീപ്യം ഇല്ലാതെ എനിക്ക് ജീവിക്കാനോ മുന്നോട്ട് പോകാനോ കഴിയില്ല എന്നുള്ള ആ സത്യാവസ്ഥ ആ വ്യക്തി ഇപ്പൊ മനസ്സിലാക്കുന്നത്. ആ വ്യക്തി ഇപ്പൊ മനസ്സിലാക്കുന്നത് യൂണിവേഴ്സിന്റെ ആ ബ്ലെസ്സിങ്ങിലാണ് എനിക്ക് ഈ വ്യക്തിനെ കിട്ടിയത്. ആ കിട്ടിയ വ്യക്തിനെയാണ് ഞാൻ തെറ്റിദ്ധരിച്ച് മാറ്റി നിർത്തിയത് എന്നാണ് ആ വ്യക്തി പറയുന്നത്. നിങ്ങളുടെ ആ ഒരു ഗുഡ് എനർജി ഉണ്ടെങ്കിൽ സണ്ണുദിച്ച പോലെയാണ് ആ വ്യക്തിക്ക്. ആ വ്യക്തിയുടെ പ്രകാശം
എന്താ ആ വ്യക്തിയുടെ എനർജി ബൂസ്റ്റാണ്. എന്നെല്ലാം ആ വ്യക്തി ഇപ്പം മനസ്സിലാക്കുകയാണ്. പലരും നിങ്ങളെ കൊണ്ട് പല പ്രശ്നങ്ങൾ ഇതും നിങ്ങളാണ് മോശം, നിങ്ങളാണ് മോശക്കാർ എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഞാൻ എന്നെ തെറ്റിദ്ധരിച്ചു പോയി, അതാണ് ഞാൻ ചെയ്ത തെറ്റ്, അതിന് അത്രയും ഞാൻ ഖേദിക്കുന്നു എന്നാണ് ആ വ്യക്തി പറയുന്നത്. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് വാൻസ് ആണ്. ഇവര് നിങ്ങളെ തന്നെ ഓർത്തിരിക്കുകയാണ്. കിങ്ങിന്റെ എനർജിയോട് കൂടിയാണ് ആ വ്യക്തി ഇപ്പം നിങ്ങളെ നോക്കിയിരിക്കുന്നത് കേട്ടോ. ആ വ്യക്തിക്ക് ലോങ് ടേം കമ്മിറ്റ്മെന്റ് വേണം നിങ്ങളിൽ നിന്ന്. ഒരു ദൃഢനിശ്ചയത്തിലേക്ക് എത്തിച്ചേരുകയാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് എല്ലാം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എംപററാണല്ലോ, എല്ലാം എൻ്റെ കീഴിൽ എല്ലാം വേണം, എല്ലാം എൻ്റെ കൺട്രോളിലായിരിക്കണം, അങ്ങനത്തെ ഉള്ളൊരു പിടിവാശി ഉണ്ടായിരുന്നു ഈ വ്യക്തിക്ക്. ആ വ്യക്തി എംപറർ ആണെങ്കിൽ നിങ്ങൾ എംപ്രസ് ആണ്. രണ്ടാളും കട്ടക്ക് നിൽക്കുന്ന പാർട്ടിയാണ്. ഒരാളും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ച് മാറിയെങ്കിൽ ഈ വ്യക്തി തെറ്റിദ്ധരിച്ച പോലെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെ മൈൻഡ് ചെയ്യാനും വരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഇപ്പം കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഈഗോ, അവിടെയും ഈഗോ തന്നെയാണ്. നിങ്ങൾ അത്രയും വാത്സല്യത്തോടെ കൂടിയാണ് ഈ വ്യക്തിയെ സ്നേഹിച്ചതും. അൺകണ്ടീഷണലി ഉള്ള സ്നേഹമായിരുന്നു, ഒന്നിനും വേണ്ടിയിട്ടല്ല, സ്നേഹത്തിന് വേണ്ടി മാത്രം ആണ് നിങ്ങൾ സ്നേഹിച്ചതെന്നെല്ലാം ആ വ്യക്തി ഇപ്പം മനസ്സിലാക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് ഫോർ ഓഫ് സോർഡാണ്. ഒരു വിശ്രമാവസ്ഥയിൽ ആ വ്യക്തി ഇതിനെപ്പറ്റിയെല്ലാം ചിന്തിക്കുകയാണ്. എല്ലാ ഇതിൽ നിന്നും പിൻവാങ്ങിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അത്രയും തെറ്റിദ്ധരിച്ച് നിങ്ങളെ ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത അവസ്ഥയിലാക്കിയിരിക്കുകയാണ്. വർഷങ്ങളായവരുണ്ട്, മാസങ്ങളായവരുണ്ട്. അതുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കാനും പറ്റുന്നില്ല. അത്രയും ഒരു ആലോചനയിലാണ്. എല്ലാവരിൽ നിന്നും അകന്ന് നിൽക്കാനാണ് ആ വ്യക്തി ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. കൂടെ ഉള്ളവർ തികച്ചും വളരെ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയായിരുന്നു എന്നെ അന്ന് ആ വ്യക്തി മനസ്സിലാക്കി. അപ്പോൾ ആരും ഇപ്പം അടുത്തേക്ക് ഇല്ലേനും ബൗണ്ടറി വെച്ച് മാറ്റി നിർത്താണ്. നെക്സ്റ്റ് 10 ഓഫ് കപ്പാണ്. എൻ്റെ 10 ഓഫ് കപ്പായിരുന്നു ഞാൻ നഷ്ടപ്പെടുത്തിയത്. എൻ്റെ 10 ഓഫ് കപ്പ്. നിങ്ങളുമായിട്ടൊരു ഹാപ്പി ഫാമിലി വേണം, സെലിബ്രേറ്റ് ചെയ്യണം, മൂടി വരണം, മക്കളും എല്ലാമായിട്ടൊരു സന്തോഷകരമായ ലൈഫ് ആ വ്യക്തി കൊതിക്കുകയാണ്. നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ഒരു ഹാപ്പിനെസ് വരുന്നത്. അപ്പം ആ വ്യക്തിക്ക് ഒരു ഫുൾഫിൽമെന്റ് കിട്ടുന്നത് നിങ്ങളുടെ കൂടെ മാത്രമാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. എൻ്റെ ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞാൽ നീയാണ്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് പെൻഡിക്കലാണ്. ആ വ്യക്തി ഇപ്പോൾ ഒരു കാര്യം തീരുമാനം എടുക്കണമെങ്കിലും എല്ലാം സൂക്ഷിച്ചിട്ട് എല്ലാം ചെയ്യുന്നുള്ളൂ. ഒന്നും എടുത്തു ചാടി ഒന്നും ചെയ്യാൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാം നിങ്ങൾ പോയതിനു ശേഷം ആ വ്യക്തിക്ക് ഒരുപാട് ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ലോസാണ് ഒരുപാട് സംഭവിച്ചത്. അതിനെ പറ്റിയല്ലാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ഒരു അത്ഭുതപ്പെടുത്തുന്ന ലോസിലേക്ക് പോയി, ഒരുപാട് തകർച്ച, ഒരു ടവർ വീണ പോലെ ഒരു അവസ്ഥയിലേക്ക് കൂടിയാണ്. നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയപ്പം ആ വ്യക്തിക്ക് സംഭവിച്ച കാര്യങ്ങളെ ഓർത്താണ് ആ വ്യക്തി നൈറ്റ് ഓഫ് പെന്റിക്കൽ അത്രയും ഫിനാൻഷ്യൽ ലോസ് എല്ലാം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊരു സത്യസന്ധമായ ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിനെയാണ് ഇത്രയും കുറ്റപ്പെടുത്തി ഞാൻ മാറ്റി നിർത്തിയത് എന്ന് ഓർക്കുമ്പോൾ ആ വ്യക്തിയോട് തന്നെ ലജ്ജ തോന്നുകയാണ്. എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തു പോയത് എന്നുള്ള ആ വ്യക്തിക്ക് തന്നെ ലജ്ജ തോന്നുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയും നല്ലൊരു വ്യക്തിനെയാണ് ഞാൻ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു പോയത്. തേർഡ് പാർട്ടിയുടെ സ്വാർത്ഥമായ തേർഡ് പാർട്ടികളെ വാക്ക് കേട്ടിട്ടാണോ ഞാൻ എൻ്റെ വ്യക്തിനെ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് മാറ്റി നിർത്തിയത് എന്ന് വിചാരിക്കുമ്പോൾ ആ വ്യക്തിയോട് തന്നെ പുച്ഛം തോന്നാം. നെക്സ്റ്റ് കാർഡ് സ്ട്രെങ്ത് ആണ്. എൻ്റെ ധൈര്യം, എൻ്റെ നിയന്ത്രണം, എൻ്റെ ആന്തരിക ശക്തി, എൻ്റെ ആത്മവിശ്വാസം, എൻ്റെ എല്ലാം സ്വാധീന ശക്തി, എൻ്റെ
എൻ്റെ മാനസിക ധൈര്യം എല്ലാം എൻ്റെ വ്യക്തിയായിരുന്നു എന്ന സത്യമാണ് ഇപ്പോൾ ആ വ്യക്തി തിരിച്ചറിയുന്നത്. ആ വ്യക്തിക്ക് ആ വ്യക്തി തന്നെ തിരിച്ചറിയാം. ആ വ്യക്തിയുടെ ലൈഫ് പിന്നെ വന്ന ആ തിരിച്ചടികളിലൂടെയാണ് ആ വ്യക്തി തിരിച്ചറിയുന്നത്. വേറെ ആരും പറഞ്ഞിട്ടല്ല. ആ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ച തിരിച്ചടിയിലൂടെ ആ വ്യക്തി അത് മനസ്സിലാക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇനി ആ തരാത്ത സ്നേഹമെല്ലാം തരണം. നിങ്ങളെ എത്രയും വേഗം നിങ്ങളെ മനസ്സ് കയറും, നിങ്ങളുടെ ഹൃദയം കിട്ടണം. അതാണ് അത്രയും നിങ്ങളെ എന്താ എൻ്റെ എല്ലാവിധ ശക്തിയും ചോർന്നു പോയ പോലെ ആയെന്നാണ് ആ വ്യക്തി പറയുന്നത്. ഇവരുടെ മനസ്സിന്റെ ആഴത്തിൽ ആ വ്യക്തി ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്കൊരു മനസ്സിനൊരു പവറെല്ലാം കിട്ടാണ്. ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം കൊണ്ടുവന്ന് വീണ്ടും നല്ല ബോണ്ടിങ്ങിൽ അതിശക്തമായിട്ട് തിരിച്ചു പിടിക്കണം. നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി വളരെ വളരെ യൂണിവേഴ്സ് അനുഗ്രഹിച്ച് തന്ന ഒരു കെമിസ്ട്രി ആണ്. അതിനെയാണ് ഇങ്ങനെയെല്ലാം കുളമാക്കിയത് എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇനി വീണ്ടും തിരിച്ചു പിടിക്കണം, എല്ലാം സ്ട്രോങ് ആക്കണം, തിരിച്ചു കൊണ്ടുവരണം എന്നെല്ലാമാണ് സ്ട്രെങ്ത് കാർഡിൽ ആ വ്യക്തി ചിന്തിക്കുന്നത്. നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഇതങ്ങനെ തകർന്നു പോകുന്ന ഒരു ബന്ധമല്ല. എന്തായാലും സ്ട്രോങ്ങോടെ വീണ്ടും തിരിച്ചു വരാൻ പറ്റുമെന്ന് ആ വ്യക്തിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇതങ്ങനെയൊന്നും പിരിഞ്ഞു പോവില്ല. നമ്മൾ വീണ്ടും തിരിച്ച് പൂർവാധികം ശക്തിയോടുകൂടെ വീണ്ടും തിരിച്ചു വരും എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് കപ്പാണ്. റിസ്ക് എടുക്കാം. റിസ്ക് എടുത്തിട്ട് എന്ത് റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളുടെ ദേഷ്യം മാറ്റിയെടുക്കണം. ഒരു കുഞ്ഞിനെയെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് ഒരു കുഞ്ഞ് ജനിക്കാനും ചാൻസ് ആണ് കേട്ടോ. ഒരു പുതിയ ഐഡിയാസ് എല്ലാം ആ വ്യക്തി തിരയുന്നുണ്ട്. തെറ്റുകളെല്ലാം തിരുത്തിയിട്ട് നിങ്ങളിലേക്ക് വരണം. പേജ് ഓഫ് കപ്പില് അതാണ് ആ വ്യക്തി പേജ് ഓഫ് കപ്പില് ചിന്തിക്കുന്നത്. എൻ്റെ ഉള്ളിൽ നീ മാത്രമാണ് എന്ന് ആ വ്യക്തി ഉറപ്പിച്ച് പറയാണ്. ഒരു നിറഞ്ഞ സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടിപ്പം അനുഭവപ്പെടുന്നത്. നിഷ്കളങ്കമായ സ്നേഹം, രണ്ടുപേരുടെയും നിഷ്കളങ്കമായ സ്നേഹമാണ്. ഇതിൽ മറ്റുള്ളവരിടപെട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നിങ്ങൾ ആ വ്യക്തി എംപറർ ആണെങ്കിൽ നിങ്ങൾ എംപ്രസ് ആണ്. രണ്ടുപേരും ഈക്വലാണ്. പേജ് ഓഫ് കപ്പില് വ്യക്തി ഇത്രയും നിങ്ങളുടെ നിഷ്കളങ്കമായ ആ സ്നേഹത്തെ ഓർത്ത് നിങ്ങൾ തന്നെ ആ സ്നേഹം വീണ്ടും എനിക്ക് വേണം എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ. ആ നിഷ്കളങ്കമായ സ്നേഹം വേറെ എവിടെയും കിട്ടില്ല. ആ സ്നേഹം എനിക്ക് നേടണം. ബാക്കിയെല്ലാം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്നേഹം നടിച്ചവരാണെന്നുള്ളത് ഇത് ആ വ്യക്തിക്ക് മനസ്സിലായി. എൻ്റെ വ്യക്തിയുടെ ആ നിഷ്കളങ്കമായ സ്നേഹമാണ് ഞാൻ നഷ്ടപ്പെടുത്തിയെന്ന് ഓർത്തിട്ട് ആ വ്യക്തിക്ക് ആ വ്യക്തിയെ തന്നെ പുച്ഛം തോന്നാണ്. നെക്സ്റ്റ് കാർഡ് ടെമ്പറസ് ആണ്. നല്ലൊരു ബാലൻസിൽ കൊണ്ടുവരണം. മനസ്സിലുള്ള ഫീലിങ്സ് എല്ലാം ഇനി എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെയാണ്. ഇതിനു വേണ്ടി ഞാൻ എന്ത് എഫേർട്ടും ഇടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ശരിയായിട്ടുള്ള എന്താണ് നടന്നെന്നുള്ള സത്യാവസ്ഥ യൂണിവേഴ്സ് വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് നിങ്ങളായിരുന്നു അവരുടെ ലൈഫിലെ എല്ലാവിധ സ്ട്രെങ്ത്തും നിങ്ങളായിരുന്നു എന്നുള്ളതും ആ വ്യക്തിക്ക് മനസ്സിലായി. അപ്പം ടെമ്പറസ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് ചെയ്ത് പഴയതിലും നല്ല ശക്തമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ആ വ്യക്തി എടുത്ത തീരുമാനം. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് പെന്റിക്കൽ ആണ്. ഒരു ഫിനാൻഷ്യലായിട്ടുള്ള സ്ട്രഗിളെല്ലാം ഇപ്പം ആ വ്യക്തിക്ക് മാറി വരുന്നുണ്ട്. ഒരു ധനികനാവാൻ എന്നാണ് ആ വ്യക്തി ശ്രമിക്കുന്നത്. എല്ലാം ഒരു
ഇനി സെൽഫിഷായിട്ട് മുന്നോട്ട് പോകണം. മറ്റുള്ളവരെ ആരെയും പല ഇതും പറഞ്ഞ് വരുന്നവരെല്ലാം അകറ്റി നിർത്തിയിട്ട് ഒരു സെൽഫിഷായി മാറണം എന്നാണ് ആ വ്യക്തി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. കിങ് ഓഫ് പെന്റിക്കൽ. നിങ്ങളുള്ള സമയത്താണ് ആ വ്യക്തിക്ക് ഗ്രോത്ത് ഉണ്ടായിരുന്നത്. അപ്പം അതെല്ലാം ആ വ്യക്തി ചിന്തിക്കുകയാണ്. ഇപ്പം എത്ര പ്രയത്നിച്ചിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക്. പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഗ്രോത്ത് ഉള്ളൂ എന്നുള്ളത് ആ വ്യക്തിക്ക് പിടികിട്ടി. ഇത്രയും അൺകണ്ടീഷണലി സ്നേഹം തരുന്ന എൻ്റെ വ്യക്തിനെ ഞാൻ നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു കുറ്റബോധമാണ് ആ വ്യക്തിനെ. ഉറക്കം നഷ്ടപ്പെടുന്നത്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് കപ്പാണ്. പല ചോയ്സിലും ഉള്ളപ്പം ആ വ്യക്തി വിചാരിച്ചു ഇതാണ്, അതിലൊരു ചോയ്സ് ആയിരുന്നു നിങ്ങൾ എന്നാണ് ആ വ്യക്തി തെറ്റിദ്ധരിച്ചു പോയത്. എന്ത് തേർഡ് പാർട്ടിയല്ല, ഇനി ആരെന്ത് പറഞ്ഞാലും ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. എല്ലാ ഓപ്ഷനെയും ആ വ്യക്തി സ്റ്റോപ്പാക്കി വെക്കാം. അതിലേക്കൊന്നും ആ വ്യക്തി ഒരു ഇൻട്രസ്റ്റും തോന്നില്ല. ഒരു ഓപ്ഷനെയും ഇനി ഒന്നും ആ വ്യക്തിക്ക് വേണ്ട. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് പെന്റിക്കൽ ആണ്. മറ്റുള്ളവരാണ് ഇതെല്ലാം തടസ്സപ്പെടുത്തിയത്. ഒന്നിലധികം പേര് ആ വ്യക്തിനെ കൺട്രോൾ ചെയ്തിട്ട് കുടുംബത്തിലുള്ളതും എല്ലാ തേർഡ് പാർട്ടികളും അങ്ങനെ നിങ്ങളെ തമ്മിൽ അകറ്റിയത് ഈ തേർഡ് പാർട്ടിയാണ്. ആരൊക്കെയോ ഉപദേശിക്കുന്ന അതെല്ലാം വാക്കെല്ലാം കേൾക്കുന്ന എല്ലാവരും കൂടെ ഉപദേശിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചു പോയത്. അതാണ് ആ വ്യക്തി പറയുന്നത്. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, എൻ്റെ വ്യക്തിയെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി എന്നുള്ള അത്രയും ദുഃഖമുണ്ട് ആ വ്യക്തിക്ക്. ബോട്ടം കിട്ടിയിരിക്കുന്നത് എംബറാണ്. എംബറസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർഡ് എംബറർ, ബോട്ടം എംബറസ്. ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന പോലത്തെ സ്നേഹമാണ് ആ വ്യക്തി എംബറസ് ആ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അബണ്ടൻസ്, സെൽഫ് ഗ്രോത്ത് എല്ലാം പറഞ്ഞ ഒരു വ്യക്തിനെയാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്. സോൾ കണക്ഷനാണ് അത്രയും. കണ്ടീഷണലി ലവ് ആണിപ്പം ആ വ്യക്തിക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. കൊടുത്ത എന്താണോ തന്നെ അതിൻ്റെ ഇരട്ടിയാക്കി തിരിച്ചു തരണം എന്നെല്ലാം ആ വ്യക്തി നിങ്ങളെ ഓർത്ത് ആ വ്യക്തി സ്വപ്നം കാണാണ്. എൻ്റെ വ്യക്തിനെ ഞാൻ ഇത്രയും തെറ്റിദ്ധരിച്ച് അകറ്റി നിർത്തിയതോർത്തിട്ടാണ് ആ വ്യക്തി സങ്കടപ്പെടുന്നത്. ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ സങ്കടപ്പെടുന്ന ഒന്നും പുറത്ത് കാണിക്കില്ല. ഈഗോ ഉള്ളതായതുകൊണ്ട്, എംബറർ ആയതുകൊണ്ട് അതൊന്നും പുറത്ത് കാണിക്കില്ല. എത്രയങ്ങ് അകന്നു പോയാലും അത്രത്തോളം ആഴത്തിൽ ഒന്നു ചേരേണ്ടവരാണ് നമ്മളെന്ന് ആ വ്യക്തി പറയുന്നത്. അപ്പം ആ വ്യക്തി പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന പങ്ക് വഹിക്കേണ്ട വ്യക്തിയാണ് ഞാൻ എന്നാണ് ആ വ്യക്തി പറയുന്നത്. എന്ത് സംഭവിച്ചാലും നമ്മൾ തന്നെയാണ് ഒന്ന് ചേരേണ്ടവരെന്നാ പറയുന്നത്. ഒരു ആത്മീയ ആകർഷണമുള്ള ദൈവിക ബന്ധമാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങൾ വിട്ടുപോയ ആ നിമിഷം തൊട്ട് തന്നെ ആ വ്യക്തി എന്തെല്ലാം നേടിയിട്ടുണ്ടോ എല്ലാം നശിച്ചിട്ട് ദോഷം സംഭവിച്ചിട്ടുണ്ട്. അതാണ് ആ വ്യക്തിക്ക് ഇത്രയും തിരിച്ചറിവ് വരാൻ കാരണം. ക്ലാരിഫിക്കേഷൻ നോക്കട്ടെ. ആ വ്യക്തി
നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ആ വ്യക്തിക്ക് ഒറ്റൊരു ദിശ മാത്രമേ ഉള്ളൂ. ആ വ്യക്തിനെയാണ് ആ വ്യക്തി പിടിച്ചിരിക്കുന്നത്. സംഭവിച്ചു പോയതിനെ ഓർത്ത് നിങ്ങളെ ഓർത്ത് നിൽക്കുന്നൊരു വ്യക്തിനെ അവിടെ കാണുന്നത്. ഹൈ പ്രീഷ്യസ് ഇൻറ്റ്യൂഷനിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടി ഒരു കണക്ഷനായത്, സെപ്പറേറ്റ് ആയപ്പോൾ അതൊക്കെ മനസ്സിലായി. ജഡ്ജ്മെൻറ്റ്, യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻ്റാണ് നേരിട്ട് വരുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചതിനും എല്ലാം ആ വ്യക്തിക്ക് യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻറ്റ് നേരിടേണ്ടി വന്നു. അതുകൊണ്ട് ആ വ്യക്തിക്ക് എല്ലാം മനസ്സിലായി. നിങ്ങളെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം ആ വ്യക്തിക്ക്, മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. എൻ്റെ വ്യക്തിയാണ്, ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് ആ വ്യക്തി ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഹൃദയത്തിൽ. ഈസോ വൺസ് സ്റ്റെമ്പിൽ നിന്ന് ലീഫ് മുളക്കുന്ന പോലെ ഒരു പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട് ആ വ്യക്തിക്ക് വേണം. അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എന്ത് റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം. സൺ കാർഡാണ്. എൻ്റെ യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്ങോടും കൂടെ ഹാപ്പി ആയിട്ട്, നിങ്ങൾ അത്രയും ഹാപ്പി ആയിട്ട് കുഞ്ഞുങ്ങളും ആയിട്ട് നല്ല ഹാപ്പി ഫാമിലി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാവിധ സന്തോഷത്തോടു കൂടെ നിങ്ങൾ ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോവാണ്, ഹാപ്പി ആയിട്ട്. ഇന്ന് നമുക്ക് ഏത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആണെന്ന് നോക്കാലോ. മഹാദേവന് മണ്ടയാണ്, മഹാദേവനെ തന്നെയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ മഹാദേവൻ പറയുന്നത്, നിങ്ങളിങ്ങനെ വേർപിരിഞ്ഞ് നിൽക്കേണ്ടവരല്ല, നിങ്ങൾ നല്ല ആത്മീയ ഇണകളായിട്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. മഹാദേവൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവും. യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് മഹാദേവൻ പറയുന്നത് കേട്ടോ. മൺഡേ ദിവസം മഹാദേവനെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. എന്താണ് വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കുക. എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഐ റിഗ്രറ്റ് ലൈങ് ടു യു. നിന്നോട് കള്ളം പറഞ്ഞു പോയതിൽ ദുഃഖിക്കുന്നു. കള്ളം പറഞ്ഞു പോയതിൽ ദുഃഖിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ഫർഗീവ് മീ വൺ ഡേ. ഒരു ദിവസം നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ നോ ദാറ്റ് ഐ ക്രോസ്ഡ് ദി ലൈൻ വിത്ത് യു. ഞാനും നീയുമായുള്ള ബന്ധം അതിരു കടന്നുപോയി. ഐ ഹൈഡ് ബിഹൈൻഡ് മെറ്റീരിയൽ തിങ്. ഞാനൊരു മെറ്റീരിയലായ വസ്തുക്കളുടെ പിറകെ ആയിരുന്നു എന്നാ ഒരു വിട്ടിച്ച് എന്നാ പറയുന്ന വ്യക്തി. വി വിൽ ബി ടുഗെദർ എഗെയിൻ. നമ്മൾ വീണ്ടും ഒരുമിച്ചായിരിക്കും. യു ആർ മൈ സോൾമേറ്റ്. എൻ്റെ സോൾമേറ്റ് ആണ് നീ എന്ന് ഞാൻ മനസ്സിലാക്കി. മറ്റുള്ളവരെ വാക്കുകേട്ട് ഔട്ടടിച്ച് ഒഴിവാക്കി. പക്ഷെ എൻ്റെ സോൾമേറ്റ് ആണ് നീ എന്ന സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കി എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ. തിരുവോണം കൊല്ലം, പോലീസ് ജർമ്മനി, ഓ കോട്ടയം, മെയ് ഉത്രം, ആയില്യം ജനുവരി, ഡി കോഴിക്കോട്, ബി ചിത്ര, സി
വയനാട്. കണ്ണൂർ ജെ. തിരുവനന്തപുരം യു. ജി. മലപ്പുറം. സെപ്റ്റംബർ മകം. ഡാൻസർ അവിട്ടം. ചതയം ഗൾഫ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.